എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോകുൽ. വെൽക്കം ടു മൈ ചാനൽ. കാലിഫോർണിയ 2005. 46 വയസ്സ് പ്രായമുള്ള തോമസ് കല്യാണം കഴിഞ്ഞ് വൈഫും 2 കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിച്ചു വരുന്നു. ആ ടൈമിൽ ടീനേജേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ വന്നൊരു ഗെയിമിംഗ് സൈറ്റായിരുന്നു പോഗോ. ഈ ഗെയിമിൻ്റെ ചാറ്റ് റൂമിൽ തോമസ് ലോഗിൻ ചെയ്തു. എന്നിട്ട് മറൈൻ സ്നൈപ്പർ എന്ന പേരിൽ ഒരു യങ് മറൈൻ ഓഫീസറിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് തോമസ് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ടൈമിൽ ടോൾ ഹോട്ട് ബ്ലോണ്ട് എന്ന ഒരു പ്രൊഫൈലിൽ നിന്നും തോമസിനൊരു പ്രൈവറ്റ് ചാറ്റ് റിക്വസ്റ്റ് വന്നു. തോമസ് ആ പ്രൈവറ്റ് ചാറ്റ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ചാറ്റ് ചെയ്യുന്ന ആളുടെ പേര് ജെസി ആണെന്നും അവർക്ക് 18 വയസ്സ് പ്രായമുള്ള ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റുമാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ആയി. ഇതൊരു ഇൻ്റർനെറ്റ് ചാറ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഉള്ളവർക്ക് നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച തോമസ് തൻ്റെ പേര് ടോമി എന്നും തനിക്കും 18 വയസ്സ് പ്രായമേ ഉള്ളൂ എന്നും പറഞ്ഞ് ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ തോമസ് കരുതിയില്ല താൻ പറയുന്ന ഈ കള്ളമാണ് തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നുവെന്ന്. തോമസും ജെസിയും ചാറ്റിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ ഈ റിലേഷൻഷിപ്പ് ഒരു ഇൻ്റർനെറ്റ് റൊമാൻസായി മാറി. ജെസി തോമസിന് തൻ്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുക്കാൻ തുടങ്ങി. അതിന് പകരമായി തോമസ് 30 വർഷങ്ങൾക്ക് മുമ്പെടുത്ത തൻ്റെ യങ് ഏജിലെ പിക്സ് ജെസിക്കും അയച്ചു കൊടുത്തു. ചാറ്റിൽ നിന്നും ഇവരുടെ റിലേഷൻഷിപ്പ് കോൾസിലേക്ക് മാറി. അവർ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ച് അവരുടെ പ്രണയം വളർത്താൻ തുടങ്ങി. പോകെ തൻ്റെ റിയാലിറ്റി മറന്ന തോമസ് ഈ ഓൺലൈൻ റിലേഷൻഷിപ്പിൽ തന്നെ ഫോക്കസ്ഡായി. തൻ്റെ ഫാമിലി, തൻ്റെ മക്കൾ എല്ലാവരെയും തോമസ് മറന്നു തുടങ്ങി. ഈ റിലേഷൻഷിപ്പിൽ തോമസ് അഡിക്റ്റായി. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ദിവസം മൂടിമറയ്ക്കാൻ സാധിക്കില്ല. ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം തോമസിൻ്റെ മകൾ തോമസിൻ്റെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യായിരുന്നു. കറക്റ്റ് ആ സമയത്ത് ജെസി തോമസിന് ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് തോമസിൻ്റെ മകൾ ഓപ്പൺ ചെയ്ത് വായിച്ചു. ആ മെസ്സേജ് മാത്രമല്ലാതെ തോമസ് ആൻഡ് ജെസിയുടെ കംപ്ലീറ്റ് ചാറ്റ് ഹിസ്റ്ററി തോമസിൻ്റെ മകൾ വായിച്ചു. ഈ ചാറ്റ് മുഴുവൻ വായിച്ച് ഷോക്കായി പോയ മകൾ തൻ്റെ അമ്മയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. തോമസിൻ്റെ ഭാര്യ സിൻഡി ഈ എല്ലാ മെസ്സേജും കണ്ട് തകർന്നുപോയി. ഇതിനു പുറമെ ജെസി തോമസിന് അയച്ച ലവ് ലെറ്റേഴ്സ്, ഗിഫ്റ്റ്സ് എല്ലാം സിൻഡി ആ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഇതിനെല്ലാം പുറമെ ജെസി തോമസിന് അയച്ച ഒരു ഗിഫ്റ്റ്, ജെസി യൂസ് ചെയ്ത ഒരു അണ്ടർഗാർമെൻറ്റ്, ആ ഗിഫ്റ്റും കൂടെ കണ്ടപ്പോൾ സിൻഡിയുടെ മനസ്സ് ഉടഞ്ഞുപോയി. ഇതൊക്കെ കണ്ട സിൻഡി തൻ്റെ ഹസ്ബൻഡ് തന്നോട് എന്തെല്ലാം നുണ പറഞ്ഞുവെന്നും തന്നെ എങ്ങനെയെല്ലാം പറ്റിച്ചു എന്നും മനസ്സിലാക്കിയപ്പോൾ തകർന്നുപോയി. എന്നാൽ ഇത് ഇങ്ങനെ വിടാൻ പാടില്ല എന്ന് തീരുമാനിച്ച സിൻഡി ജെസിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ സിൻഡി ഒരു ഫോട്ടോ അയച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു: ഞാൻ ചിലരെ പരിചയപ്പെടുത്തി തരാം. ഇതിൽ നടുവിലിരിക്കുന്ന ആളുടെ പേര് തോമസ്. 1989 മുതൽ ഇദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 46 വയസ്സ് പ്രായമുണ്ട് എന്നായിരുന്നു ആ മെസ്സേജ്. ഇൻ്റർനെറ്റിൽ ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കരുതെന്നും ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു സിൻഡി ആ മെസ്സേജിൽ കൂട്ടിച്ചേർത്തത്. ഈ മെസ്സേജെല്ലാം കണ്ട ജെസി ഷോക്കായി. തന്നെ മെസ്സേജ് അയച്ച് പറ്റിച്ചതിന് തോമസിനെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നും തന്നോട് ഇങ്ങനെയെല്ലാം മോശമായി പെരുമാറിയ തോമസിനെ കുറേ ചീത്ത വിളിച്ച് ജെസി റിപ്ലൈ ചെയ്തു. ഈ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ തോമസ് തകർന്നുപോയി. എന്നാൽ ഇതൊന്നും ഇവിടെ തീർന്നില്ല. ജെസി തോമസിൻ്റെ കോവർക്കേഴ്സിനെല്ലാം ട്രാക്ക് ചെയ്യാൻ തുടങ്ങി.
അതിൽ തോമസിൻ്റെ കമ്പനിയിലെ ഒരു പാർട്ട് ടൈം വർക്കറായ 22 വയസ്സ് പ്രായമുള്ള കോളേജ് സ്റ്റുഡൻറ്റ് ബ്രയന് ജെസ്സി മെസ്സേജ് അയച്ചു. എന്നിട്ട് തോമസിൻ്റെ വൈഫ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണോ എന്ന് അന്വേഷിച്ചു. ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയ ബ്രയനും ജെസ്സിയും ക്ലോസ് ആകാൻ തുടങ്ങി. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഫ്ലേർട്ട് ചെയ്യുന്നത് ആ ചാറ്റ് റൂമിലിരുന്ന് കണ്ട തോമസിന് സഹിക്കാൻ പറ്റിയില്ല. ജെസ്സിയുടെ ഈ പുതിയ റിലേഷൻഷിപ്പ് കണ്ട തോമസിന് അസൂയ, ദേഷ്യം എല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ തോമസ് ജെസ്സിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ തോമസ് പറഞ്ഞത് ബ്രയൻ വിൽ പേ ഇൻ ബ്ലഡ് എന്നായിരുന്നു. ഇതിനെല്ലാം പകരം വീട്ടാൻ ജെസ്സിയും ബ്രയനും അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോമൺ ചാറ്റ് റൂമിൽ തോമസിൻ്റെ റിയൽ ഏജും ഐഡൻറ്റിറ്റിയും പബ്ലിക്കായി റിലീസ് ചെയ്ത് അവരുടെ റിവെഞ്ച് തീർത്തു. കുറച്ച് ദിവസം തോമസ് പിന്നെ ആ ചാറ്റ് റൂമിലേക്ക് പോയില്ല. എന്നാൽ ഒരു ദിവസം തോമസിന് ജെസ്സിയുടെ അടുത്തു നിന്നും ഒരു മെസ്സേജ് വന്നു. അതിൽ ജെസ്സി തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്നും തൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് തോമസിന് ഒരു മെസ്സേജ് അയച്ചു. ഈ മെസ്സേജുകൾ കണ്ടപ്പോൾ തോമസ് വല്ലാതെ സന്തോഷിച്ചു. കാരണം തോമസിൻ്റെ റിയൽ ഏജ്, ഐഡൻറ്റിറ്റി, ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ജെസ്സി തിരിച്ചു വന്നത് തോമസിനൊരു ജാക്ക്പോട്ട് അടിച്ച പോലെ തോന്നി. അതിനുശേഷം തോമസും ജെസ്സിയും പഴയ പോലെ റൊമാൻറ്റിക്കായി സംസാരിക്കാൻ തുടങ്ങി. തോമസ് വല്ലാതെ സന്തുഷ്ടനായി. എഗെയിൻ തോമസ് ഈ റിലേഷൻഷിപ്പിലേക്ക് സീരിയസ് ആയി. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം കാരണം എന്തെന്നുകൂടെ പറയാതെ ജെസ്സി തോമസിനെ പിന്നെയും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അവോയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല, തോമസിനെ അവോയ്ഡ് ചെയ്ത് ബ്രയനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. എന്നാൽ ഈ പ്രാവശ്യം ജെസ്സി ചെയ്ത ദ്രോഹത്തിനെക്കുറിച്ച് ആലോചിച്ച് തോമസ് വല്ലാതെ ഡിപ്രസ്ഡായി. തോമസ് ഈ ഡിപ്രഷനിൽ ഉള്ളപ്പോഴാണ് ജെസ്സിയും ബ്രയനും മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന കാര്യം അറിയുന്നത്. ജെസ്സിയെ നേരിൽ കാണാനുള്ള ആകാംക്ഷയിൽ ബ്രയൻ കാർ എടുത്ത് ജെസ്സി താമസിക്കുന്ന വെസ്റ്റ് വെർജീനിയ എന്ന സ്ഥലത്തേക്ക് പോയി. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ ജെസ്സി ആ മീറ്റിംഗ് പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഇതെല്ലാം മനസ്സിലാക്കിയ തോമസ് ജെസ്സി തന്നെ അവോയ്ഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ച് സൈക്കിക്കായി മാറാൻ തുടങ്ങി. ബ്രയനെ എന്തെങ്കിലും ചെയ്യണം, ബ്രയൻ കാരണമാണ് ജെസ്സി തന്നെ വിട്ടിട്ട് പോയതെന്ന് കരുതിയ തോമസ് ബ്രയനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. സെപ്റ്റംബർ 15, 2006 ജോലിക്ക് പോയ ബ്രയൻ ആ ഓഫീസിൻ്റെ പാർക്കിംഗ് സ്പേസിൽ മരിച്ചു കിടക്കുന്നു. ബ്രയൻ്റെ ബോഡിയിൽ നിന്നും മിലിറ്ററി റൈഫിളിൽ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ്സ് പോലീസ് കണ്ടെത്തി. ബ്രയൻ്റെ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സിനോട് എൻക്വയർ ചെയ്ത പോലീസിന് തോമസ്, ബ്രയൻ, ജെസ്സി ഈ 3 പേരുടെയും ലവ് ട്രയാങ്കിളിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ തോമസ് ഈ കേസിലെ പ്രൈം സസ്പെക്റ്റായി മാറി. തോമസിൻ്റെ വീട് സെർച്ച് ചെയ്ത പോലീസിന് തോമസ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിലിറ്ററി റൈഫിൾ കണ്ടെത്തി. ഈ ലവ് ട്രയാങ്കിളിനെ കുറിച്ച് മനസ്സിലാക്കിയ പോലീസ് തോമസ് ബ്രയനെ കൊന്നതുപോലെ അടുത്ത് ജെസ്സിയെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്നു. അതുകൊണ്ട് തന്നെ ജെസ്സി സേഫാണോ, ജെസ്സിയുടെ വീട്ടിലുള്ളവരെല്ലാവരും സേഫാണോ എന്ന് അന്വേഷിക്കാൻ പോലീസ് ജെസ്സിയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയ പോലീസുകാർക്ക് മാത്രമല്ല, ഈ കേസിൽ ഇൻവോൾവായ എല്ലാവർക്കും തന്നെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള റിയാലിറ്റി അപ്പോഴാണ് മനസ്സിലായത്. ജെസ്സിയുടെ വീടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തത് 46 വയസ്സ് പ്രായമുള്ള മേരി ഷീലർ എന്നൊരു ലേഡിയായിരുന്നു. പോലീസ് അവരോട് എൻക്വയർ ചെയ്തപ്പോഴാണ് ഈ കേസിൻ്റെ എല്ലാ സത്യങ്ങളും പുറത്തു വന്നത്. മേരി ഷീലറാണ് തോമസിനെയും ബ്രയനെയും 18 വയസ്സ് പ്രായമുള്ള ജെസ്സി എന്ന പേരിൽ ചാറ്റ് ചെയ്ത് പറ്റിച്ചത്. 46 വയസ്സുള്ള തോമസ് എങ്ങനെ ടോമി എന്ന 18 വയസ്സുകാരൻ്റെ ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് പറ്റിക്കാൻ നോക്കിയോ, അതേപോലെ മേരി 18 വയസ്സ് പ്രായമുള്ള ജെസ്സി എന്നൊരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് തോമസിനെയും പറ്റിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഈ കേസിൻ്റെ മറ്റൊരു ട്വിസ്റ്റ് വന്നത്. മേരി ക്രിയേറ്റ് ചെയ്തത് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി അല്ല. മേരി യൂസ് ചെയ്ത നെയിമോ ഫോട്ടോസോ ഒന്നും ഫേക്കല്ല. മേരി യൂസ് ചെയ്ത ജെസ്സി എന്ന പേര്, മേരി യൂസ് ചെയ്ത ജെസ്സിയുടെ ഫോട്ടോസ് ഇതൊന്നും ഫേക്കല്ല. ഇതെല്ലാം ഒറിജിനലാണ്. അത് ആരുടേതാണെന്ന് അറിഞ്ഞാലാണ് നമ്മൾ ഷോക്കായി പോകുക. അത് മറ്റാരുടെയല്ല, മേരിയുടെ സ്വന്തം മകളുടെ ഫോട്ടോയും മകളുടെ പേരുമാണ്. അതെ, 18 വയസ്സ് പ്രായമുള്ള ജെസ്സി മേരിയുടെ സ്വന്തം മകളാണ്. പക്ഷേ സ്വന്തം അമ്മ തൻ്റെ പേരും ഐഡൻറ്റിറ്റിയും തൻ്റെ ഫോട്ടോസും യൂസ് ചെയ്ത് ഓൺലൈനിലുള്ള ആണുങ്ങളോട് സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന കാര്യം ജെസ്സി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. തോമസ് ബ്രയനെ കൊല്ലുമെന്ന് മേരി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ മേരി തോമസിൻ്റെയും ബ്രയൻ്റെയും ഫീലിങ്സിൽ കളിക്കാൻ പോയതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടായത്. മേരി ചെയ്ത ഈ കാര്യങ്ങൾ കേട്ട് മേരിയുടെ ഭർത്താവ് മേരിയെ ഡൈവേഴ്സ് ചെയ്തിട്ട് പോയി. മാൻസ്ലോട്ടർ കുറ്റത്തിന് തോമസിന് 20 വർഷ കഠിന തടവ് കോർട്ട് വിധിച്ചു.
മേരിക്കും ഇതേ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ആക്ച്വലി ഈ മർഡറിന് കാരണം മേരിയാണെങ്കിൽ പോലും ടെക്നിക്കലി മേരി ഇല്ലീഗലായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി മേരിയെ വെറുതെ വിട്ടു. മേരി പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന്. എന്നാൽ മേരി മകളോട് ചെയ്ത ഈ തെറ്റിന് മകളോട് ഒരിക്കൽ പോലും ക്ഷമ ചോദിച്ചില്ല. ഈ പ്രശ്നത്തിന് ശേഷം മേരിയുടെ മകൾ മേരിയെ വിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ തുടങ്ങി. ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് 2012 ടോൾ ഹോട്ട് ബ്ലോണ്ട് എന്നൊരു ഇംഗ്ലീഷ് മൂവിയും റിലീസായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇതേപോലെ വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്റ്റോറി ഇതേപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.